പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി.ജെ.പി. പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം നടത്തുമ്പോൾ ഇങ്ങിതാ തലസ്ഥാന നഗരിയിൽ ഒരു ബി.ജെ.പി. നേതാവ് പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. നേതാവ് പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ചു. ഇന്ന് രാവിലെ 8:30 തിരുവനന്തപുരം നഗരസഭയിലെ തിരുമല വാർഡ് കൗൺസിലർ കെ അനിൽകുമാറാണ് കൗൺസിലറുടെ ഓഫീസിൽ കെട്ടിത്തൂങ്ങി മരിച്ചത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പിക്കാർ ശക്തമായ പ്രതിഷേധം നടത്തുമ്പോൾ ഇതാ വമ്പിച്ച തട്ടിപ്പ് നടത്തി തന്നെ മരണത്തിലേക്ക് ബി.ജെ.പി. നേതൃത്വം തള്ളിവിട്ടു എന്ന ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് അനിൽകുമാർ, മുതിർന്ന ബി.ജെ.പി. പ്രവർത്തകനും നേതാവുമായ കെ അനിൽകുമാർ ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണപക്ഷത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കുമെല്ലാം മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു സമര നായകൻ കൂടിയായിരുന്നു ഈ കെ അനിൽകുമാർ. അദ്ദേഹം ഇന്ന് രാവിലെ 8:30 തൻ്റെ പാർട്ടി ഓഫീസിലെത്തി ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കി വെച്ച ശേഷമാണ് ഓഫീസിൽ ജീവനൊടുക്കിയത്. കെട്ടിത്തൂങ്ങി ജീവനൊടുക്കുകയായിരുന്നു. ഇദ്ദേഹം വലിയശാല ഫാം ടൂർ സൊസൈറ്റി എന്നൊരു സൊസൈറ്റിയുടെ പ്രസിഡന്റുമായിരുന്നു. കോടികൾ ജനങ്ങളിൽ നിന്നും ഇവർ നിക്ഷേപമായി സ്വീകരിക്കുകയും ഏതാണ്ട് 6 കോടിയിൽ പരം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഈ തുകയ്ക്കായി പലപ്പോഴും ആളുകൾ കയറിയിറങ്ങുകയും എന്നാൽ ഈ സൊസൈറ്റിയിലെ പണം മുഴുവൻ ബി.ജെ.പി. നേതൃത്വം തട്ടിയെടുക്കുകയും താനോ കുടുംബമോ ഇതിൽ നിന്നും 1 രൂപ പോലും എടുത്തിട്ടില്ലെന്നും ഒടുക്കം പഴി മുഴുവൻ തനിക്കായെന്നും ബാധ്യത തൻ്റെ ചുമലിലായെന്നും ബി.ജെ.പി. നേതൃത്വം തന്നെ ചതിച്ചും വഞ്ചിച്ചും ഈ പണം തട്ടിയെടുത്തത് കൊണ്ടാണ് താൻ ആത്മഹത്യയെ പുണരുന്നതെന്നും ഇദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയ ശേഷമാണ് ജീവനൊടുക്കിയത്. ഈ ഒരു വിഷയം ഉന്നയിച്ച് പ്രതിരോധിക്കുവാൻ പോലും കോൺഗ്രസ് പ്രസ്ഥാനം മുതിർന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പാലക്കാട് ഒരു MLA-ക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ ഇവർ കണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഇതാ തലസ്ഥാന നഗരിയിൽ ഇവരുടെ മാരാർജി ഭവന്റെ തൊട്ടടുത്തായി ഇവരുടെ പ്രബലരായ നേതാക്കന്മാരുടെ തൊട്ടടുത്ത് തന്നെ ഈ നേതാക്കന്മാർ ഈ സൊസൈറ്റിയുടെ പണം തട്ടിയത് കൊണ്ട് തനിക്ക് കടക്കണിയുണ്ടായി. 6 കോടിയോളം രൂപ നേതാക്കന്മാർ തട്ടിയെടുത്തു. അതുകൊണ്ട് മറ്റൊരു മാർഗമില്ലാതെ തന്നെ ഇവർ ആരും സഹായിക്കുന്നില്ല, പണം തട്ടിയെടുത്തു, ജീവിക്കാൻ മാർഗമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഒരു ബി.ജെ.പി. നേതാവ് തിരുവനന്തപുരം നഗരസഭയിലെ തിരുമല വാർഡിൻ്റെ കൗൺസിലർ കെ അനിൽകുമാറാണ് ജീവനൊടുക്കിയത് പാർട്ടി ഓഫീസിൽ. ഇത്രയും വലിയ ഒരു വിഷയം ഉണ്ടായിട്ടും ഈ വിഷയം പോലും ചൂണ്ടിക്കാട്ടി ബി.ജെ.പിയെ പ്രതിരോധിക്കുവാൻ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് സാധിക്കുന്നില്ല. ഇവിടെയുള്ള പ്രതിപക്ഷം ഇതൊന്നും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള വമ്പിച്ച വീഴ്ചകൾ ഈ പ്രസ്ഥാനത്തിന്, ഈ കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ കേക്കച്ചൻ എന്ന് പറയുന്ന കേക്കച്ചൻ ഇയാൾ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് കേക്ക് മുറിക്കട്ടെ, ആ പ്രതിപക്ഷ നേതാവിൻ്റെ കസേര എത്രയും വേഗം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് കേക്കച്ചൻ രാജിവെക്കുക എന്ന ഒരു ഹാഷ് ക്യാമ്പയിൻ ആരംഭിക്കുവാൻ കാരണം ഇതാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറി എവിടെയെങ്കിലും ഒരു സീറ്റ് ഉറപ്പിക്കുവാൻ വേണ്ടി ഇവർ കഠിന പരിശ്രമം ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി എന്ത് നീചകൃത്യവും ചെയ്യുവാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. അപ്രകാരമുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ ബി.ജെ.പി. നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ഒരു വിശ്വസ്തനായ പാർട്ടി പ്രവർത്തകനെ വഞ്ചിച്ച് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി രൂപീകരിച്ച വലിയശാല ഫാം ടൂർ സൊസൈറ്റി എന്ന സൊസൈറ്റിയിൽ 6 കോടിയോളം രൂപ തട്ടിയെടുത്ത ആ ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ ഒന്ന് പ്രതികരിക്കുവാൻ പോലും ഇവർ ഇതുവരെ മെനക്കെട്ടിട്ടില്ല. ഞാൻ ഈ സംസാരിക്കുമ്പോഴും പാലക്കാട് രാഹുലിന് വരുന്നത് നോക്കി ഈ ബി.ജെ.പിക്കാർ അവിടെ കാത്തിരിക്കുകയാണ്. എന്തിന്? പ്രതിരോധം തീർക്കുവാൻ. അതിൻ്റെ ലക്ഷ്യമെന്താണ്? അങ്ങനെയെങ്കിലും പാലക്കാട് ഒരു താമര വിരിയിക്കാൻ പറ്റുമോ എന്നാണ് ഇവർ പരിശ്രമിക്കുന്നത്. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് രാഹുൽ മണ്ഡലത്തിലെപ്പോൾ വരും എന്നറിയുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, മണ്ഡലത്തിലെത്തിയാൽ രാഹുലിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഇവന്മാർ അവിടെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ രാഹുൽ
ഉറപ്പായും ഇന്ന് പാലക്കാട്ട് എത്തിയിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.